എല്ലാവർക്കും നമസ്കാരം. ഇഗ്നൈറ്റ് ദ പാഷൻ ഈ സീരീസിലുള്ള അടുത്ത വീഡിയോയുമായിട്ടാണ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്ത് അയാളുടെ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. KYC ഡോക്യുമെന്റ്സ് എന്ന് പറയും. നോ യുവർ കസ്റ്റമർ, അതാണ് KYC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും അതിനുള്ളൊരു പ്രൂഫും ആയിട്ടാണ് നമ്മൾ KYC ഡോക്യുമെന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ KYC ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്ക് വേണ്ടത് കസ്റ്റമറുടെ ID പ്രൂഫ്, കസ്റ്റമറുടെ അഡ്രസ് പ്രൂഫ്, അതേപോലെ തന്നെ കസ്റ്റമറുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ കസ്റ്റമറുടെ നോമിനി ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് മാൻഡേറ്ററി ആയിട്ട് നമ്മളൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ID പ്രൂഫായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് പാൻ കാർഡിന്റെ കോപ്പിയാണ്. എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പാൻ കാർഡ് കോപ്പി കളക്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തേത് അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് ആധാർ കാർഡാണ് നമ്മൾ ജനറലി കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ വോട്ടേഴ്സ് ID, അതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ കോപ്പി, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയും നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ആധാർ കാർഡിന്റെ കോപ്പിയാണ്. CFCIC ആണെങ്കിൽ CFCICയുടെ ബിസിനസ്സാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കേരളത്തിലെയോ കർണാടകത്തിലെയോ ഉള്ള ഒരു അഡ്രസ് പ്രൂഫ് തന്നെ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ്. ഇനി സദേണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെയോ കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ അഡ്രസ് പ്രൂഫ് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് പ്രൈമറിലി ആധാർ കാർഡ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇത്രയും ഡോക്യുമെന്റ്സ് നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് വേണ്ടത് കസ്റ്റമറുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത് കൂടാതെ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഏത് അക്കൗണ്ടിലേക്കാണ് കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിനുള്ള പ്രൂഫായിട്ട് ചെക്കിന്റെ കോപ്പിയോ അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ കോപ്പിയോ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് നമ്പറും IFSC കോഡും ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. അഞ്ചാമതായിട്ട് വേണ്ടത് നമുക്ക് നോമിനി ഡീറ്റെയിൽസ് ആണ്. നോമിനി ആയിട്ട് കസ്റ്റമർ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് നോമിനിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കസ്റ്റമറുമായിട്ടുള്ള അല്ലെങ്കിൽ അപ്ലിക്കന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പും, ഈ 3 കാര്യങ്ങളാണ് നമുക്കതിൽ വേണ്ടത്. അപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിച്ചത്. KYC ഡോക്യുമെന്റ്സ് എന്ന് പറയും. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിലുള്ള ബ്രാഞ്ച് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവുമായിട്ടോ നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടോ അല്ലെങ്കിൽ LND ടീമുമായിട്ടോ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.